ഓരോ ദിവസവും എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നതല്ലേ. ഒളിച്ചോട്ടത്തിൻ്റെ കഥകൾ, പീഡനത്തിൻ്റെ കഥകൾ, അല്ലെങ്കിൽ പീഡനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, പിന്നെ അച്ഛൻ മക്കളെ ഉപദ്രവിക്കുന്ന വാർത്തകൾ, അമ്മ കാമുകന് സ്വന്തം മക്കളെ കൂട്ടിക്കൊടുക്കുന്ന വാർത്തകൾ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഇത്തരത്തിൽ വാർത്തകൾ കേട്ട് 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 ഒരു ദിവസം ശരാശരി മലയാളികളുടെ മൈൻഡ് തന്നെ കൈവിട്ട് പോകുന്ന അവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്, ഇത് തുടക്കമാണെന്ന് തോന്നുന്നു, ഇനി മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകുന്ന തരത്തിലൊരു വാർത്തയാണ് വരുന്നത് എന്ന് പറയുന്നത്. ഈ സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത്, വധുവിൻ്റെ അമ്മ പെൺകുട്ടി കല്യാണത്തിന് ഒരു ആളുമായി കല്യാണം ഉറപ്പിക്കുന്നു. വളരെ സന്തോഷവതിയായ അവൾ വിവാഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും കണ്ട് വിവാഹ ദിവസം ഇങ്ങനെ ആവാനായി കാത്തിരിക്കുന്നു. വിവാഹത്തിൻ്റെ ഈ ഉത്തർപ്രദേശിലൊക്കെ ഭയങ്കര ചടങ്ങാണ് വിവാഹം എന്നൊക്കെ പറയുന്നത്. അവർക്ക് ഒരുപാട് ചടങ്ങുകൾ ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ദിവസത്തിന് കാത്തിരിക്കുന്നതിൻ്റെ അന്നാണ് പെൺകുട്ടിക്ക് അമ്മ കൊടുത്ത പണി. അതായത് സ്വപ്നം കണ്ട ഭർത്താവിനോടൊപ്പം അമ്മ ഒളിച്ചോടിപ്പോയി. അപ്പോൾ ആ സംഭവത്തിൻ്റെ പരാതിയിൽ അന്വേഷണം നടക്കുക എന്നാണ് പറയുന്നത്. എന്താണെന്നുള്ള ആലോചിച്ച് നോക്കൂ. മകളുടെ ഭർത്താവിനോടൊപ്പം അമ്മ ഒളിച്ചോടിപ്പോയിരിക്കുന്നു. ഇത് വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ 2 കുടുംബങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് വധുവിൻ്റെ അമ്മ വരനൊപ്പം ഒളിച്ചോടിയത് വലിയ വാർത്തയാകും. സ്വാഭാവികമായിട്ട് വാർത്തയാകും. വിവാഹത്തിന് ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയാവുകയും എല്ലാവരെയും വിവാഹ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത ശേഷമാണ് വരനും വധുവിൻ്റെ അമ്മയും മുങ്ങിയത്. ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് സംഭവം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. വീട്ടിൽ വിവാഹത്തിനായി വാങ്ങി വച്ചിരുന്ന സ്വർണവും കരുതി വച്ചിരുന്ന പണവും എടുത്താണ് വധുവിൻ്റെ അമ്മ വരനൊപ്പം പോയത്. 3.5 ലക്ഷത്തിലധികം രൂപ പണമായും 5 ലക്ഷം രൂപയുടെ സ്വർണവും വീട്ടിലുണ്ടായിരുന്നു. ഇതിൽ നിന്ന് 10 രൂപ പോലും ബാക്കി വെച്ചിട്ടില്ല എന്നും വിവാഹിതയാകേണ്ടിയിരുന്ന മകൾ പറയുന്നു. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടെ എന്നും, എന്നാൽ തങ്ങളുടെ സ്വർണവും പണവും തിരികെ കിട്ടണമെന്നുമാണ് മകൾ പറയുന്നത്. ബംഗളൂരിൽ ബിസിനസ് നടത്തുന്ന ജിതേന്ദ്രകുമാറിൻ്റെയും അനിതയുടെയും മകൾ ശിവാനിയും രാഹുലും തമ്മിലുള്ള വിവാഹം ഈ വരുന്ന 16-നാണ് നടക്കേണ്ടിയിരുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അമ്മയും രാഹുലും തമ്മിൽ എപ്പോഴും സംസാരമായിരുന്നുവെന്ന് ശിവാനി പറയുന്നു. തന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. എപ്പോഴും അമ്മയെ മാത്രമായിരിക്കും വിളിക്കുന്നതെന്നാണ് വിവാഹിതയാകാൻ പോയിരുന്ന പെൺകുട്ടി ശിവാനി പറയുന്നത്. തൻ്റെ ഭാര്യയുമായി രാഹുൽ എപ്പോഴും സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും, എന്നാൽ അടുത്ത് തന്നെ വിവാഹം നടക്കാനിരുന്നതിനാൽ അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെന്നും ശിവാനിയുടെ പിതാവ് പറയുന്നു. ഭാര്യയെ കാണാനില്ല എന്ന് കാണിച്ച് അദ്ദേഹം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണിപ്പോൾ. രാഹുലുമായി ഒളിച്ചോടിയ ശേഷം പലതവണ താൻ ഭാര്യയെ വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ എടുത്തില്ല. രാഹുലിനെ വിളിച്ചപ്പോൾ ആദ്യമൊന്നും ശിവാനിയുടെ അമ്മ ഒപ്പമുണ്ടെന്ന് അംഗീകരിക്കാൻ അയാൾ തയ്യാറായില്ല. പിന്നീട് താങ്കൾ 20 വർഷമായി അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നും ഇനി അവരെ മറന്നേക്കുമെന്നും രാഹുൽ പറഞ്ഞു ഇത്രേ. അതിനുശേഷം ഇരുവരുടെയും ഫോൺ ഓഫാണ്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയാണ് പോലീസ്. എന്തൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത് എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി സ്വപ്നം കണ്ട്, ജീവിതത്തിൽ എല്ലാ സ്വപ്നവും കണ്ട് അവൾ മുന്നോട്ട് പോകുമ്പോഴാണ് സ്വന്തം അമ്മ തന്നെ കെട്ടിൻ്റെ പണി കൊടുത്തു എന്ന് മനസ്സിലാവുന്നത്. പലപ്പോഴും നമ്മൾ ഈ എന്താ പറയുക, ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ഒരു വാർത്ത ഈയിടയ്ക്ക് വൈറലായിരുന്നല്ലോ. ചേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല, ഞാൻ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ പോവുകയാണ്, മക്കളൊന്നും എനിക്ക് അനിയത്തിയില്ലാതെ പറ്റില്ല, ഞങ്ങൾ വർഷങ്ങളായി പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഓട്ടോറിക്ഷയിലിരുന്ന് വലിയ രീതിയിലുള്ള വർത്താനമൊക്കെ പറഞ്ഞൊരു വെപ്പ് മുടിക്കാരൻ. നല്ല പ്രായമുണ്ട്. ആ പെങ്കൊച്ചാണെങ്കിൽ കൊച്ചു പെണ്ണ. അപ്പൂപ്പൻ്റെ അത്ര പ്രായമുള്ള ഒരുത്തന് വേണ്ടാണ് ആ പെങ്കൊച്ച് ഒളിച്ചോടി വരുന്നത്. പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ല എന്നാണ് പറയുന്നത്. അത് അവൾ മനസ്സിലാക്കി തന്നു, പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ല എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒളിച്ചോടി പോയിട്ട് പറയുകയാണ്, എനിക്ക് ഇയാളില്ലാതെ, ചേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ചേട്ടനാണ് എല്ലാം. എന്താ പറയുക, ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒളിച്ചോടി പോയി ശമ്പളം കിട്ടാത്തത് കൊണ്ടാണ് കാത്തിരുന്നത്. പിറ്റേന്ന് അവളുടെ ശമ്പളം കിട്ടിയപ്പോൾ അതും വാങ്ങിച്ചുകൊണ്ട് അവൻ മുങ്ങി. 15 വർഷത്തെ പ്രണയം വന്നു. അതായത് ഈ പെങ്കൊച്ചിൻ്റെ വീട്ടിലേക്ക് കയറി വന്ന അന്ന് മുതൽ ഈ കൊച്ചുമായിട്ട് ഇയാളെ പ്രണയത്തിൽ നിന്നാണ് പറയുന്നത്. എന്തായാലും അതിൻ്റെ തിരിച്ചു വന്ന് ചേട്ടൻ എന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കല്യാണം, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് കല്യാണം കഴിഞ്ഞ സ്ത്രീകളുമായും കല്യാണം കഴിഞ്ഞ പുരുഷന്മാരുമായി പ്രണയിക്കുക എന്നുള്ളതാണ് പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ
എന്താ പറയുക, വസ്ത്രത്തിൻ്റെ ഒക്കെ ട്രെൻഡ് മാറുന്നത് പോലെ പ്രണയത്തിൻ്റെ ട്രെൻഡൊക്കെ മാറി. ഇപ്പോൾ വിവാഹിതയായ സ്ത്രീയോടും വിവാഹിതയായ പുരുഷനോടുമാണ് ആളുകൾക്ക് പ്രിയം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഭാര്യ സമാധാനം കൊടുത്തില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന സ്ത്രീ കഴിച്ചോ കുടിച്ചോ തിന്നോ കിടന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും പുരുഷൻ വിചാരിക്കുന്നത് അവളാണ് എൻ്റെ എല്ലാം, അവൾ എനിക്ക് മനസ്സമാധാനം തരുന്നുണ്ട് എന്നാൽ അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളത്. അത് ശാശ്വതമല്ല എന്ന് ഈ മണ്ടന്മാർ അറിയുന്നില്ല. തിരിച്ചും ഇങ്ങോട്ടും അങ്ങനെയാണ്. ഇവിടെ ഭർത്താവിന് ജോലിക്ക് പോകുന്ന സമയം, രാവിലെ എണീച്ച് പോകുന്ന സമയത്ത് ചക്കരെ മുത്തേ പൊന്നെ വാവേ എന്നൊന്നും വിളിക്കാൻ ചിലപ്പം ഭർത്താവിന് സമയം കാണില്ല. അപ്പോഴായിരിക്കും ഈ കാമുകൻ എന്നുള്ള ഒരു അവതാരം വരുന്നത്. അയാൾ രാവിലെ നീ കഴിച്ചോ മുത്തേ, ചായ കുടിച്ചോ മുത്തേ, നീ കഴിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റില്ല മുത്തേ, നീ കഴിക്കും മുത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നു. നിന്നെ കാണാതിരിക്കാൻ ചേട്ടന് കഴിയുന്നില്ല, വീഡിയോ കോൾ വാന്ന് പറയുന്നു. പിന്നെ വീഡിയോ കോൾ വരുന്നു. പിന്നെ വീഡിയോ കോളിൽ പലതും കാണണമെന്ന് പറയുന്നു. അതെല്ലാം എൻ്റെ ഭർത്താവിനെക്കാളിലും ചേട്ടനാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് അത് വെച്ച് ചേട്ടന്മാർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ നിവർത്തികേട് കൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വരുന്നു. ഇപ്പോൾ കഠിനംകുളത്തൊക്കെ നടന്ന സംഭവം നമ്മൾ കണ്ടതാണ്. ആ ലൈംഗിക ബന്ധത്തിനിടെയാണ് ആ പെൺകുട്ടിയെ കഴുത്ത് അറുത്ത് കൊലപ്പെടുത്തിയ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഈ ഒരു കാര്യത്തിലൊക്കെ ഇത് ട്രെൻഡെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആൻറ്റീസ് ലവർ, പിന്നെ എന്തുവാ അങ്ങനെ എന്തോ പേരൊക്കെ പറയുന്നുണ്ട്, ആൻറ്റി ലവർ എന്നൊക്കെ പറഞ്ഞ് പേരുകളൊക്കെ പറയുന്നുണ്ട്. പുതിയ പദാർത്ഥത്തിലുള്ള പേരുകളൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ഈ പ്രണയം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ഏത് പ്രായത്തിലും പ്രണയിക്കാന്നൊക്കെയാണ് പറയുന്നത്. ലാലേട്ടൻ പറയും പോലെ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പ്രണയിക്കാം, പക്ഷെ ആളറിഞ്ഞ് പ്രണയിച്ചില്ലെങ്കിൽ നല്ല അടിയും കിട്ടുമെന്ന് പിന്നെ ഈ വിവരമുള്ളവർ പറയും. എന്തായാലും പ്രണയത്തിന് കണ്ണും മൂക്കൂല്ല. മരുമകനെയും പ്രണയിക്കാം, ഇനി സ്വന്തം മക്കളെ നമുക്ക് പ്രണയിക്കാം. അതിന് ഒരു പരിധിയുണ്ട്. ആ പ്രണയം എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുക, നമ്മളെ മക്കളെ നമ്മൾ പ്രണയിക്കുന്നുണ്ട്. ആ പ്രണയത്തിന് വേറെ അർത്ഥങ്ങളോ വേറെ തലങ്ങളോ വേറെ കാഴ്ചപ്പാടുകളോ ഇല്ല. നമ്മുടെ ജീവനാണ് അവർ എന്ന് പറഞ്ഞാണ് നമ്മളെ മക്കളെ സ്നേഹിക്കുന്നതും. അവരില്ല, ചില അമ്മമാരൊക്കെ ഉണ്ട്, അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല മക്കളില്ലാണ്ട്, അങ്ങനെയൊക്കെ പ്രണയിക്കുന്നവരുണ്ട്. ഇപ്പോൾ അമ്മായിയും ഒരു പെങ്കൊച്ച് കുറേ നാൾ മുമ്പ് ഒരു സൈക്കാട്രിസ്റ്റിനോട് പറഞ്ഞത് ഭയങ്കര വൈറലായിരുന്നു. ഭർത്താവിന് ഇതുപോലൊരു സംഭവമാണ്, ഭർത്താവിന് അമ്മയോടാണ് ബന്ധം, അമ്മയുമായാണ് കൂടുതൽ അയാൾ ശാരീരികമായി ബന്ധപ്പെടുന്നത്. പിന്നീട് താനത് പിടിച്ചു, തനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നീട് തനിക്ക് നിരന്തരം സംശയമാണ്. ഈ അമ്മ ചോറ് വിളമ്പി കൊടുത്താലേ കഴിക്കും, അമ്മ ഡ്രസ്സ് ചൂസ് ചെയ്യണം, യാത്ര പോകുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അമ്മ പറയണം. അങ്ങനെ എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഈ പെൺകുട്ടി പറയുകയുണ്ടായി. അപ്പോൾ സത്യത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ എന്താ പറയുക, ഒരു പിന്നെ കുടുംബജീവിതമൊക്കെ നശിപ്പിക്കാൻ അമ്മമാരെ കൊണ്ട്, സ്വന്തം മക്കളുടെ ജീവിതം നശിപ്പിക്കാൻ അമ്മമാരെ കൊണ്ട് കഴിയുമെന്നുള്ളത് നമ്മൾ ചില വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്.